ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു. ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിലും ദാഹിറ ഗവർണറേറ്റിന്റെ മരുഭൂമി പ്രദേശങ്ങളിലുമാണ് കൂടുതൽ ശക്തിയിൽ മഴ ലഭിച്ചത്. നാളെ രാവിലെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയെ തുടർന്ന് ദോഫാറിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയായിരുന്നു മഴ. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അൽവുസ്തയിലും ദാഖിറയിലും വിവിധയിടങ്ങളിൽ മഴയും കാറ്റുമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ ദോഫാറിലെ വാദി ദർബാത്ത് താൽക്കാലികമായി അടച്ചു. ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ നാളെ രാവിലെ വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അൽവുസ്ത, സൗത്ത് ഷർക്കിയ, നോർത്ത് ഷർക്കിയ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ 25 മുതൽ 60 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ദാഖലിയ, ദാഖിറ ഗവർണറേറ്റുകളിൽ 20 മുതൽ 40 മില്ലിമീറ്റർ വരെയും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹജർ പർവ്വതനിരകളിലും മരുഭൂപ്രദേശങ്ങളിലും ദോഫാർ ഗവർണറേറ്റിലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ സലാല ഇന്ത്യൻ സ്കൂളിന് ഇന്ന് അവധി നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, സലാല.